നമസ്കാരം. മലയാള സിനിമയിലെ ബമ്പർ ഹിറ്റുകളിലൊന്നായി മാറിയ ആവേശം എന്ന സിനിമയിലെ ഭഗത് ഫാസിൽ അവതരിപ്പിക്കുന്ന രംഗാണൻ എന്ന കഥാപാത്രം പറയുന്നൊരു ഡയലോഗുണ്ട്. അയാൾ പറയുന്നത് അയാളെ ഒരിക്കലും ഒരാൾ വെറും തരിശു ഭൂമി നൽകി വലിയ വില വാങ്ങി പറ്റിച്ചു എന്ന്. അതിന് സമാനമായൊരു അനുഭവം ഡോക്ടർ സി ജെ റോയ്ക്കും ഉണ്ടായിട്ടുണ്ട്. ബാംഗ്ലൂർ നഗരത്തിന് പുറത്തുള്ള ഒരു വസ്തു അതൊരു പാഴ്ഭൂമിയായിരുന്നു എന്നാണ് അന്ന് കരുതിയിരുന്നത്. അങ്ങനെ അത് വലിയ വില കൊടുത്ത്, അന്നത്തെ കാലത്ത് വലിയ വില കൊടുത്ത് ഡോക്ടർ സി ജെ റോയ് വാങ്ങിയിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതിനടുത്താണ് ബാംഗ്ലൂർ വിമാനത്താവളം വന്നത്. കെമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ സമീപത്തായിരുന്നു ഈ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നത്. അങ്ങനെ താൻ അന്ന് സ്വപ്നം കണ്ടതിനേക്കാൾ എത്രയോ ഇരട്ടി മൂല്യമുള്ള വസ്തുവായി ഈ ഒരു പ്രോപ്പർട്ടി മാറുകയായിരുന്നു എന്നാണ് സി ജെ റോയ് വെളിപ്പെടുത്തിയത്. ഒരുപക്ഷെ ഈ ഒരു അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണോ തിരക്കഥയിൽ ഈ ഒരു ഭാഗം എഴുതിയത് എന്ന് പോലും ന്യായമായി നമ്മൾ സംശയിക്കേണ്ടി വരും. പലരും അന്ന് റിയൽ ലൈഫ് രംഗാണൻ എന്നൊക്കെ പറഞ്ഞ് ട്രോളുകൾ ഇറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളോട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, സി ജെ റോയ് ഒരിക്കലും ഒരു പ്രാഞ്ചിയേട്ടനായിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം ലോകത്തൊരിടത്തും ഓടി നടന്ന് പുരസ്കാരം വാങ്ങുക അല്ലെങ്കിൽ പത്മശ്രീ വാങ്ങിക്കാനോ ഒന്നും നടന്ന ആളെ ആയിരുന്നില്ല. മാത്രമല്ല അവാർഡുകളും മറ്റും അങ്ങോട്ട് കൊടുക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. ടെലിവിഷൻ ചാനലുകളിലെ റിയാലിറ്റി ഷോയിലൊക്കെ തന്നെ അദ്ദേഹം ഐഡിയ സ്റ്റാർ സിംഗർ പോലുള്ള പരിപാടികളൊക്കെ തന്നെ വന്ന് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്പോൺസറായി മാറുകയും സമ്മാനം നൽകുകയൊക്കെ ചെയ്യാൻ നേരിട്ട് വരികയൊക്കെ ചെയ്യുന്നത് നമ്മൾ ടെലിവിഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ആതുര സേവന രംഗത്തും മറ്റ് ചാരിറ്റിയിലൊക്കെ തന്നെ രണ്ട് കൈയും അയച്ച് അദ്ദേഹം സഹായം നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും തന്നെ അദ്ദേഹം പബ്ലിസിറ്റി നൽകിയിരുന്നില്ല എന്നുള്ള കാര്യം നമ്മളോട് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. മലയാള സിനിമയിൽ എത്രയോ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾക്ക് അദ്ദേഹം നേരിട്ട് പ്രൊഡ്യൂസറാവുകയും കോ പ്രൊഡ്യൂസറാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാസനോ പോലെയുള്ള ബിഗ് ബഡ്ജറ്റ് സിനിമകളിലൊക്കെ തന്നെ മോഹൻലാലിനെ നായകനാക്കി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മോഹൻലാൽ എന്ന മലയാളത്തിൻ്റെ അഭിമാനവുമായി എക്കാലത്തും ഏറ്റവും അടുത്ത വ്യക്തിബന്ധം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു ഡോക്ടർ സി ജെ റോയ്. പല രാജ്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോഴൊക്കെ തന്നെ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് മോഹൻലാലിനെ വിളിക്കാൻ അദ്ദേഹം ഒരിക്കലും മറക്കുമായിരുന്നില്ല എന്നുള്ള കാര്യവും ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ബംഗളൂരു പോലെയുള്ള ഒരു മെട്രോ നഗരത്തിൽ അവിടെ കർണാടക കേന്ദ്രീകരിച്ചുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല, അത് ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഡോക്ടർ സി ജെ റോയ് വളർന്നത് മുഴുവൻ കർണാടകത്തിലായിരുന്നു, ബാംഗ്ലൂരിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ നാട്ടിൻ്റെ പൾസ്, ആ നാട്ടിലെ ബിസിനസ് താല്പര്യങ്ങൾ എന്നതിനെക്കുറിച്ചൊക്കെ തന്നെ വളരെ വ്യക്തമായ ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ അബദ്ധവശാൽ തൻ്റെ കൈവശം വന്ന് ചേർന്ന പ്രോപ്പർട്ടി പോലും പിന്നീട് അതിൻ്റെ എത്രയോ ആയിരം ഇരട്ടി വരുന്ന വിലയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് എന്നുള്ളത് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എല്ലാ കാര്യത്തിനും അദ്ദേഹം സത്യസന്ധതയും അതല്ലെങ്കിൽ ആത്മവിശ്വാസവും പുലർത്തി. തൻ്റെ ഗ്രൂപ്പിൻ്റെ പേര് കോൺഫിഡൻറ്റ് എന്നുള്ള ആ പേര് സ്വന്തം ജീവിതത്തിൽ അദ്ദേഹം നിലനിർത്തി എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. എല്ലാ കാലത്തും ആരും ഒരു ബിസിനസ് രംഗത്തേക്ക്, ഒരു പുതിയ സംരംഭത്തിലേക്ക് കിടക്കുമ്പോൾ ഒരു റിസ്ക് ഫാക്ടർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പക്ഷേ സി ജെ റോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വ്യക്തമായ കണക്കൂട്ടലോടുകൂടി മാത്രമാണ് തൻ്റെ ഓരോ സംരംഭങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് 10,000 കോടിയിലേറെ ആസ്തിയുള്ള വലിയൊരു ബിസിനസ് സാമ്രാജ്യമായി കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് മാറിയത് എന്നുള്ളതും നമ്മൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് വളരെ ശക്തമായ വേരുകളുണ്ടായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ ഓണററി കൗൺസിലായി പ്രവർത്തിക്കാനൊക്കെ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിനുള്ള വിശ്വാസ്യതയുടെ ഏറ്റവും വലിയ സൂചനയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രംഗാണൻ എന്ന കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞ് പലരും അദ്ദേഹത്തെ കളിയാക്കുന്നുണ്ടെങ്കിൽ പോലും ആ സിനിമയിലെ രംഗാണനുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. ഒരുപക്ഷെ രംഗാണൻ ഒരുപാട് ആഭരണങ്ങൾ ധരിക്കുകയും എപ്പോഴും വെള്ളവസ്ത്രം ധരിക്കുകയും ചെയ്യുന്നതൊക്കെ ഒരുപക്ഷെ സി ജെ റോയെ കണ്ടിട്ടായിരിക്കാം ചെയ്തിട്ടുള്ളത് എന്നാണ് അന്ന് പലരും കരുതിയിരുന്നതെങ്കിൽ പോലും എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന നന്മയുള്ള, ഒരിക്കലും അദ്ദേഹം ഒരു ഡോണായിരുന്നതേയില്ല. കർണാടകത്തിൽ വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കർണാടകത്തിൻ്റെ ഓരോ ഭാഗത്തെക്കുറിച്ചും അവിടുത്തെ വസ്തുക്കളെക്കുറിച്ചും അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയെക്കുറിച്ചുമൊക്കെ തന്നെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന, ഏത് ബിസിനസ് ചെയ്താൽ തനിക്ക് ഭംഗിയായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ദർശനമുണ്ടായിരുന്ന വ്യക്തി തന്നെയായിരുന്നു ഡോക്ടർ സി ജെ റോയ്. പക്ഷേ അകാലത്തിൽ അദ്ദേഹം സ്വയം ജീവനൊടുക്കുമ്പോൾ എന്തായിരുന്നു അതിൻ്റെ കാരണമെന്ന് ഇനിയും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഇനിയും മനസ്സിലാകാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടായിരിക്കാനുള്ള സാധ്യതകൾ കളയാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഡോക്ടർ സി ജെ റോയ് എന്നും സത്യസന്ധമായി തന്നെയാണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹം ആരെയും കബളിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേരിൽ ഏതെങ്കിലും രീതിയിലുള്ള തട്ടിപ്പ് നടന്നതായി ഒരിക്കലും വാർത്ത പുറത്ത് വന്നിട്ടില്ല. പലപ്പോഴും നമ്മുടെ നാട്ടിലെ വൻകിട ഫ്ലാറ്റ് നിർമ്മാതാക്കൾ പോലും ഉപഭോക്താക്കളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് എത്രയോ കേസുകൾ നമ്മുടെ നാട്ടിലെ കോടതിയിൽ നടക്കുമ്പോൾ അവരെ പലരും ജയിലിൽ കഴിയുമ്പോഴൊക്കെ തന്നെ കോൺഫിഡൻസ് നിർമ്മിച്ച് നൽകിയ ഫ്ലാറ്റുകളോ വില്ലുകളോ ഒന്നും തന്നെ ഇന്നേ വരെ ഒരു പരാതിക്കിട നൽകിയിരുന്നില്ല എന്നുള്ള കാര്യവും സി ജെ റോയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നമുക്ക് പോസിറ്റീവായി കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളിലൊന്നും അദ്ദേഹം അങ്ങനെ പങ്കെടുക്കുകയും അവിടെ ഒരു പ്രാഞ്ചേട്ടൻ ചമയുന്ന സ്വഭാവക്കാരനുമായിരുന്നില്ല അദ്ദേഹം. ഹെലികോപ്റ്ററും വിമാനവും എണ്ണിയാൽ തീരാത്ത ആഡംബര കാറുകളുടെ വൻ നിരയൊക്കെ ഉണ്ടാകുമ്പോഴും അവയൊക്കെ തന്നെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ആഡംബര ജീവിതത്തെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം പലപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, ഞാൻ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി വളർന്നു വന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജീവിതം ഇത്തരത്തിൽ ആസ്വദിക്കുന്നതെന്ന് എന്നും കുടുംബാംഗങ്ങളുമൊത്ത് കഴിയാൻ ആഗ്രഹിച്ചിരുന്ന
സ്വന്തം കുടുംബത്തെ അദ്ദേഹം എന്ന് പൊന്നുപോലെ നോക്കിയിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ഡോക്ടർ സി ജെ റോയ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആളുകൾ ഇന്ന് അപൂർവമായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് പ്രാഞ്ചേട്ടന്മാർ ഇന്ന് നമ്മുടെ നാട്ടിൽ അരങ്ങ് വാഴുന്ന ഒരു കാലഘട്ടത്തിൽ അതൊന്നും ആകാതെ, ഒന്നും ഇങ്ങോട്ട് സ്വീകരിക്കാതെ എല്ലാം അങ്ങോട്ട് നൽകിയ ഒരു തികഞ്ഞ വിശ്വാസി കൂടിയായിരുന്നു അദ്ദേഹം. അത് എക്കാലത്തും സി ജെ റോയെ ഓർക്കാൻ ധാരാളമായിരിക്കും. കാരണം ഒന്നും പ്രതിഫലം ഇച്ഛിക്കാതെ അങ്ങോട്ട് സഹായം ചെലുക എന്നുള്ളത് അത് ദൈവനിശ്ചയമാണ്. അങ്ങനെയുള്ള ഒരു തികഞ്ഞ വിശ്വാസിയായ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു സി ജെ റോയ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അകാല വിയോഗം ഒരുപക്ഷെ നാളെ അദ്ദേഹത്തിൻ്റെ സഹായം ലഭിക്കേണ്ടിയിരുന്ന ഒരുപാട് പേർക്ക് വലിയ നിരാശയായിരിക്കും ഉണ്ടാക്കുക എന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹം കുറേ വർഷങ്ങൾ കൂടി ജീവിച്ചിരുന്നു എങ്കിൽ ഒരുപാട് പേർക്ക് അദ്ദേഹത്തിൽ നിന്ന് സഹായം ലഭിക്കുമായിരുന്നു. നമ്മുടെ നാട്ടിൽ 2018 പ്രളയ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ എത്രയോ പേർക്കാണ് അദ്ദേഹം വീട് വെച്ച് നൽകിയിട്ടുണ്ടായിരുന്നത്. അതൊന്നും തന്നെ പരസ്യം വരാനോ അതിൻ്റെ പേരും പറഞ്ഞ് VIP-കളുടെ കൂടെ ഇറങ്ങി നിൽക്കാനൊന്നും തന്നെ അദ്ദേഹം തയ്യാറായിരുന്നില്ല. എല്ലാം അദ്ദേഹം സഹായം നൽകിയിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവർക്ക് മാത്രം അറിയാമായിരുന്ന ഒരു കാര്യമാണ്. ഏതായാലും കേരളത്തിന് ഒരുപാട് വികസന നേട്ടങ്ങൾ കൊണ്ടുവരാൻ കഴിയുമായിരുന്ന ഒരു വ്യക്തിയെ കൂടിയാണ് ഈ ഡോക്ടർ സി ജെ റോയുടെ അകാല വിയോഗത്തോടു കൂടി നഷ്ടമാകുന്നത്.